പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ യൂണിഫോം വിവാദം മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് ചില കാര്യങ്ങൾ അതേക്കുറിച്ച് പറയണമെന്ന് തോന്നിയത്. യഥാർത്ഥത്തിൽ യൂണിഫോം ഒരു വിവാദമാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം യൂണിഫോമിനകത്ത് വ്യതിരിക്തത കൊണ്ടുവരുന്നത് അതിൻ്റെ യൂണിഫോമിറ്റി ഇല്ലാതാക്കുകയുള്ളൂ. അത് എന്തിൻ്റെ പേരിലായാലും യൂണിഫോമിനകത്ത് വേറൊരു ഘടകം കുത്തിച്ചെലുത്തുന്നത് യൂണിഫോമിൻ്റെ സ്വഭാവം. പിന്നെ എന്തിനാണ് യൂണിഫോമിൻ്റെ സ്വഭാവം ഇല്ലാതാക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ യൂണിഫോം എന്ന് അതിനെ വിളിക്കേണ്ട കാര്യമില്ല, അതിപ്പോൾ നോൺ യൂണിഫോമായി മാറും. അപ്പം മതം അടക്കമുള്ള ഏത് ഘടകങ്ങൾ യൂണിഫോമിനകത്ത് കുത്തിച്ചെലുത്തരുത് എന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം യൂണിഫോം എന്നത് വണ്ണസ് ഉണ്ടാക്കാനാണ്. വണ്ണസ് ഇല്ലാതാക്കുന്ന ഏത് എലമെൻറ്റും യൂണിഫോമിൽ അനുവദിക്കപ്പെടാൻ പാടില്ല. അതേസമയം മതം എന്നത് ഒരു സ്വകാര്യ കാര്യമായി ഇപ്പോഴും ഒതുങ്ങാത്ത ഒരു സമൂഹമാണ് നമ്മളുടേത്. നമുക്ക് മതം ഒരു ഞായറാഴ്ച കാര്യമോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നോ അല്ല. നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മതം അത്രമാത്രം ഇടപെടുന്ന ഒന്നാണ് മതം. നമ്മുടെ താടി വയ്ക്കുന്നതിലും തലപ്പാവ് വയ്ക്കുന്നതിലും വസ്ത്രം മുണ്ടെടുക്കുന്നതിലും വരെ മതം ഇടപെടുന്ന, മതം പ്രകടമാകുന്ന ഒരു സമൂഹത്തിൽ ഒരിടത്ത് മാത്രമായിട്ട് മതേതരമായി നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനൊക്കെ പ്രസക്തി ഉണ്ടെങ്കിലും പൊതു ഇടങ്ങളിൽ ആകാവുന്ന ഇത്രയും മതം പ്രദർശിപ്പിക്കാതിരിക്കുക എന്നതായിരിക്കണം ഒരു സെക്യുലർ സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് എൻ്റെ സുദൃഢമായ അഭിപ്രായം. കാരണം മതം ഓരോ വ്യക്തികളും പ്രദർശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മറ്റു വ്യക്തികളിലും അതേ പ്രവണത ഉണ്ടാവുകയും എല്ലാവരും മതം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി മതത്തിൻ്റെ അതിപ്രസരമായി മാറും സമൂഹം. മതം ഒരു സ്വകാര്യ കാര്യമായി തങ്ങളുടെ ആരാധനാലയത്തിലോ പൂജാമുറിയിലോ ഒതുങ്ങി നിൽക്കുന്നതാണ് അഭികാമ്യം, പ്രത്യേകിച്ചും ഒരു ബഹുമത സമൂഹത്തിൽ. ഇപ്പോൾ യൂറോപ്പിലെ പോലെ മതം ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ പ്രകടമാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ത്യയിലുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. തികച്ചും സ്വകാര്യരായ വ്യക്തികളെ മതദേഹങ്ങളായി മാറ്റുവാനുള്ള സംഘടിത മതത്തിൻ്റെ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ മത സിംബലുകൾ വ്യക്തികളുടെ ശരീരങ്ങളിൽ ചാർത്തി കൊടുക്കുന്നത് എന്നത് സുവ്യക്തമായ കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത പോലെയാണ് പലരും ഇത് മത സ്വാതന്ത്ര്യത്തിനും പ്രാക്ടീസ് ചെയ്യാനുള്ള, മതം അനുഷ്ഠിക്കാനുള്ള അവകാശമായിട്ടും ഒക്കെ ചിലർ അവതരിപ്പിക്കുന്നത്. മതം അനുഷ്ഠിക്കാനുള്ള അവകാശം എവിടെയാണ്? സ്വകാര്യ ഇടങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതാണ് ഒരു സെക്യുലർ സമൂഹത്തിന് അഭികാമ്യം. വിദ്യാലയം പോലുള്ള പൊതു ഇടങ്ങളിൽ മത സിംബലുകൾ കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികൾ തങ്ങൾ ഒന്നാണ്, തങ്ങൾ ഒറ്റയാണ് എന്ന ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ വേറെയാണ് എന്ന ബോധം ഉൽപ്പാദിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ആകാവുന്നത്ര മത സിംബലുകൾ, മതത്തിൻ്റെ പ്രതീകങ്ങൾ വ്യക്തികൾ ഉപയോഗിക്കാതിരിക്കുക, മതം തിരിച്ചറിയുന്ന പേരുകൾ പോലും പരമാവധി ഒഴിവാക്കണം എന്ന അഭിപ്രായമാണ് ഒരു സിവിൽ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരേണ്ടത് എന്നാണ് ഈ കാര്യത്തിലുള്ള അഭിപ്രായം. മതം സ്വകാര്യ കാര്യമായി നിലനിർത്തണം എന്ന് പറയുമ്പോൾ എത്ര അളവിലെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. എത്രമാത്രം അത് സ്വകാര്യമായി നിയന്ത്രിക്കണം എന്ന ചോദ്യം വരാവുന്നതാണ്. പക്ഷെ ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ആകാവുന്നത്ര. കാരണം നാം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. ഒരു ബഹുമത സമൂഹത്തിൽ ഓരോ വ്യക്തികളും തങ്ങളുടെ മതം വിളിച്ചു പറയാൻ, പ്രദർശിപ്പിക്കാൻ, അതെന്താണെന്ന് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നടത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇതര മതസ്ഥരും ഇത് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുകയും മതത്തിൻ്റെ അതിപ്രസരം പൊതു ഇടങ്ങളിൽ വ്യാപകമാവുകയും ചെയ്യും. അത് അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് വ്യക്തികൾ പരമാവധി തങ്ങളുടെ മതം തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ ഒതുക്കി നിർത്തണം. താൻ ഇന്ന മതക്കാരനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രതീകങ്ങളും ഒരു സൂചകങ്ങളും പരമാവധി വ്യക്തികൾ ഒഴിവാക്കുന്നതാണ് ഒരു ബഹുമത സമൂഹത്തിന് നല്ലത്. സംഘടിത മതങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട്. കാരണം മതദേഹങ്ങളായിട്ട് വ്യക്തികളെ പരിവർത്തിപ്പിക്കുക എന്നത് സംഘടിത മതത്തിൻ്റെ പദ്ധതിയാണ്. അതിനാണ് ഈ സംഘടിത മതം യൂണിഫോമിനകത്ത് വ്യതിരിക്തത കൊണ്ടുവരാനും യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്തൊക്കെ എതിർപ്പ് കൊണ്ടുവരാനും ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത മട്ടിൽ ചില ആളുകൾ ഇവിടെ പ്രതികരിച്ചു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടല്ല, അത് സംഘടിത മതങ്ങളെ തൃപ്തിപ്പെടുത്താനോ സംഘടിത മതങ്ങളുടെ വോട്ട് ബാങ്കുകളെ കണ്ടിട്ടോ ഉള്ള ഒരു അഭ്യാസം മാത്രമായിട്ടേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സംഘടിത മതങ്ങളുടെ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം യൂണിഫോം വിവാദത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അതല്ലാതെ അത് മനുഷ്യാവകാശ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മതം ആചരിക്കാനുള്ള അവകാശ പ്രശ്നമായിട്ടോ അല്ല കാണേണ്ടത്. പൊതു ഇടങ്ങളിൽ എന്തിന് നിങ്ങളുടെ മതം നിങ്ങൾ അവതരിപ്പിക്കണം? എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വകാര്യമായി അനുഷ്ഠിച്ചാൽ പോരെ എന്ന ചോദ്യം ഒരു സെക്യുലർ സമൂഹത്തിൽ, ഒരു സിവിൽ സമൂഹത്തിൽ അനിവാര്യമാണ്. ആ ചോദ്യം ഇവിടെ ഉയർത്തുകയാണ്.